ശിവ, സത്യമാണോ ഈ സാന്റാക്ലോസ് വന്ന് ഗിഫ്റ്റ് തരുന്നൊക്കെ പറയുന്നത്? അതെ അതി, അത് സത്യമാണ്. അത് ചിലപ്പോ ഏലിയൻ ആയിരിക്കും. അത് ഈ ഭൂമിയിലുള്ള ആളല്ലല്ലോ. ഈ യൂടിക്ക് എപ്പോഴും ഏലിയന്റെ വിചാരേ ഉള്ളൂ. വരൂ കുട്ടികളെ, വന്ന് എന്തെങ്കിലുമൊക്കെ ആഹാരം കഴിക്കേ. മുത്തശ്ശി, ആഹാരം എന്ന് പറഞ്ഞപ്പോഴേ വെച്ചുക്കാൻ തുടങ്ങി എനിക്ക്. എന്റെ ജീവിതത്തിലെ ഒറ്റൊരാഗ്രഹമേ ഉള്ളൂ. ബലമായതാ, നമ്മൾ 0 ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് ഫുൾ പേയ്മെന്റ് എടുക്കണം. ചക്കരക്കിണ്ടി ബോസേ, നിങ്ങളുടെ പേര് ചക്കരക്കിണ്ടി എന്നല്ല. നിങ്ങളുടെ പ്ലാൻ ആന വിഴുങ്ങികളെ കുറെ കിട്ടും. ഇപ്പോഴത്തെ പുതിയ പ്ലാൻ എന്താണെന്നൊന്ന് പറഞ്ഞൂടെ? നാളെ ക്രിസ്മസ് ആണ്. സാന്റാക്ലോസ് കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ തീർച്ചയായിട്ടും വന്നിരിക്കും. സാന്റ ഗിഫ്റ്റ് കൊടുത്തിട്ട് പോകും, നമ്മൾ പുറകെ ചെന്നത് മോഷ്ടിക്കും. പിന്നെ ആ മോഷ്ടിച്ച സാധനമൊക്കെ മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് നല്ല വിലയ്ക്ക് വിൽക്കുകയും വേണം. സാന്റയുടെ ഗിഫ്റ്റ് വളരെ വ്യത്യാസമുള്ളതാ. എല്ലാ ഗിഫ്റ്റും തീർച്ചയായിട്ടും വിറ്റിരിക്കും. അല്ലേ? 0 ഇൻവെസ്റ്റ്മെന്റിൽ ഫുൾ പേയ്മെന്റിൽ ബിസിനസ്സിൽ ലാഭമുണ്ടാക്കാം. കൊള്ളാം ബോസേ, കൊള്ളാം. സാന്താക്ലോസിന്റെ സമ്മാനങ്ങൾ ലോകത്തിലാദ്യമായിട്ട് നമ്മളായിരിക്കും ഓട്ടിക്കുന്നത്. ഇത് വേൾഡ് റെക്കോർഡായി മാറുന്നതാ തോന്നുന്നത്. അതിന്റെ അർത്ഥം കള്ളൻ കപ്പലിൽ തന്നെ, പിന്നെ താക്കോലാണെങ്കിൽ അവന്റെ കയ്യിലും കിട്ടും. നഗരം മുഴുവൻ നമ്മുടെ ആൾക്കാരുണ്ടെന്നേ. ഈ സാന്റാക്ലോസ് എവിടെയൊക്കെ കൊണ്ടുപോയി ഗിഫ്റ്റ് കൊടുക്കുന്നു അവിടെയൊക്കെ ചെന്ന് നമ്മുടെ ആൾക്കാർ മോഷ്ടിക്കും. ഈ മോഷ്ടിച്ച സാധനമൊക്കെ നമ്മുടെ നഗരത്തിൽ കൊണ്ടുപോയി നല്ല കൂടുതൽ വിലയ്ക്ക് അങ്ങ് വിൽക്കും. പറയൂ, ഇതിനെന്താണ് പറയാ? 0 investment and full payment. കണ്ടോ, എനിക്ക് വേണ്ടി ഈ പട്ടണം എങ്ങനെ ഒരുക്കിയിരിക്കുന്നത് കണ്ടോ? ആ ശരിയാ. അപ്പൊ ശരി ജാദുവാൻ ജപ്പി, നമുക്ക് പെട്ടെന്ന് വേദാ സിറ്റിയിലെ പിള്ളേർക്കെല്ലാം ഗിഫ്റ്റ് കൊടുത്തിട്ട് മറ്റു പട്ടണങ്ങളിലേക്ക് പോകണം. ബൈ ബൈ. ആഹാ, എനിക്ക് തോന്നുന്നു ഇവൻ ഉണന്നു. നമുക്ക് ഇവിടുന്ന് പോവാം. കിട്ടിപ്പോയി ആദ്യത്തെ ഗിഫ്റ്റ്. വരൂ, നമുക്കെല്ലാം പെട്ടെന്ന് തന്നെ ചെയ്യണം. നമുക്ക് ഇനിയും വേറെ ഗിഫ്റ്റുകൾ കൊടുക്കാനുണ്ട്. ശിവ, സാന്റ വരാനായിട്ട് നമുക്ക് ഇവിടെ തന്നെ വെയിറ്റ് ചെയ്താലോ? ശരിയാ യോടി, സാന്റയെ ആർക്കും കാണാനേ സാധിക്കില്ല. പക്ഷെ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ശരിക്കും കാണാൻ പറ്റും. ശിവ, ദാ അവിടെ കണ്ടോ, സാന്റ പോകുന്നു. അത് കണ്ടോ, ആ റൂഫിൽ കൂടി ആൾക്കാർ പോകുന്നത് കണ്ടില്ലേ? കമ്പാസ്. അങ്കിൾ,
മോഷ്ടിച്ച സാധനങ്ങൾ മര്യാദയ്ക്ക് തന്നേക്ക്, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ ലഡു സിംഗ് സാറിനെ വിളിക്കും. മര്യാദക്ക് വീട്ടിൽ പോയി കിടന്നുറങ്ങാൻ നോക്ക് കുട്ടി. എന്നെ കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ഓ ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ഈ തന്തൂരിനെ ഇടിക്കാൻ നിനക്ക് എവിടുന്ന് ഇത്ര ധൈര്യം കിട്ടി? നിന്നെ ഞാൻ കാച്ചി കളയും ചക്ക. അല്ല, ഇവരെന്തിനാ ഈ കുട്ടികളുടെ ഗിഫ്റ്റ് മോഷ്ടിക്കുന്നത്? സോറി ബോസേ, ഒരു കുട്ടി വന്ന് ഞങ്ങളെ ഇടിച്ച് ആ ഗിഫ്റ്റൊക്കെ തട്ടിക്കൊണ്ടുപോയി. അത് സാരമില്ല, അത് പോട്ടെന്ന് വെക്കേ. അല്ലേലും നമ്മളടുത്ത് കുറെ ഗിഫ്റ്റ് ഉണ്ടല്ലോ. ഇത് വെച്ച് തന്നെ നമുക്ക് കൂടുതൽ പണം ഉണ്ടാക്കാമെന്നേ. നിങ്ങൾ ചെയ്തത് നന്നായി. എല്ലാവരും നല്ലവണ്ണം പരിശ്രമിച്ചിട്ടുണ്ട്. സാന്റാക്ലോസിന്റെ ഗിഫ്റ്റ് അത്ഭുതകരമായിരിക്കുന്നു. നാളെ ഞാൻ ഇതൊക്കെ കൊണ്ടുപോയി മാർക്കറ്റിൽ വിൽക്കുന്നതാണ്. എന്നിട്ട് ലക്ഷങ്ങൾ ഞാൻ ഉണ്ടാക്കും. ഈ ഗിഫ്റ്റ് കണ്ടു കഴിയുമ്പോൾ കുട്ടികൾ തീർച്ചയായും വാശി പിടിച്ചിരിക്കും. വേഗം പോയി കട റെഡിയാക്കാൻ നോക്കൂ. നോ പ്രോബ്ലം ശിവ, നോ പ്രോബ്ലം. ഒരു കുഴപ്പമില്ല ശിവ. എനിക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതിലൊക്കെ ഏത് വീട്ടിന്നാ മോഷ്ടിച്ചിരിക്കുന്നെന്ന്. ഇതിലൊക്കെ ഞാൻ തന്നെ തിരിച്ചു കൊണ്ടേ കൊടുത്തോളാം. നോ പ്രോബ്ലം. ഹൈ, സാന്റാക്ലോസിന്റെ സമ്മാനങ്ങളോ ഉണർന്നിരിക്കൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്തവണ സാന്റാക്ലോസ് ആർക്കും ഒരു ഗിഫ്റ്റും കൊടുത്തിട്ടില്ല. നഗരത്തിലെ ചെറിയ കുട്ടികൾ സാന്റാക്ലോസിന്റെ ഗിഫ്റ്റ് അവർക്ക് കിട്ടുമെന്ന് കരുതി കാത്തിരിക്കുന്നു. പക്ഷെ ഇതുവരെ സാന്റാക്ലോസ് വന്നില്ല. ലഡു സിംഗ് സാറേ, ഇത് കള്ളമാണ്. ശരിക്കും സാന്റാക്ലോസ് പോകുന്നത് ഞങ്ങൾ എല്ലാവരും കണ്ടതാണ്. അദ്ദേഹം വരികയും ചെയ്ത് എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കുകയും ചെയ്തു. ആ ടോയ്സ് തന്നെ അതിനുള്ള ഒരു തെളിവാണ്. എനിക്ക് തോന്നുന്നത് സാന്റാക്ലോസ് എവിടെയൊക്കെ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടോ അവിടെയൊക്കെ കള്ളന്മാര് സാധനങ്ങൾ മോഷ്ടിച്ചിരിക്കുന്നു. ഞങ്ങള് 2-3 കള്ളന്മാരെ മാത്രമേ കണ്ടുള്ളൂ. പക്ഷെ ഇതൊരു വലിയ ഗാങ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. എന്റെ ഇപ്പോഴത്തെ സംശയം, ആ കൊടുത്ത ഗിഫ്റ്റ്സ് ഒക്കെ എവിടെ പോയി? നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് അതാണ്. ഇത്തവണ സാന്റാക്ലോസ് വേദാ സിറ്റിയിലുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരു ഗിഫ്റ്റും കൊടുത്തില്ല. കുഞ്ഞുങ്ങൾ വളരെ ജാദു ജപ്പി, ഇതെങ്ങനെയാ സംഭവിച്ചത്? ഗിഫ്റ്റ് നമ്മൾ കൊടുത്തായിരുന്നല്ലോ. വരൂ, തിരിച്ചു പോയി നോക്കാം. അല്ല, ഇതെന്താ മുത്തശ്ശ, ഇത് എങ്ങോട്ടാ ഈ പോകാൻ പോകുന്നേ? ടിവിയിൽ ന്യൂസ് കണ്ടു ഇപ്രാവശ്യം ക്രിസ്തുമസിന് സാന്റാക്ലോസ് കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുത്തില്ലെന്ന്. ഞാനത് കൊടുക്കാൻ വേണ്ടി പോവുകയാ. ഞാൻ വേഗം പോയിട്ട് വരാം. പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നേക്കണേ. ജിംഗിൾ ബെൽ ജിംഗിൾ ബെൽ ജിംഗിൾ ഓൾ ദ വേ. കമോൺ കുട്ടികളെ, ജിംഗിൾ ബെൽ ജിംഗിൾ ബെൽ ജിംഗിൾ ഓൾ ദ വേ. ആ മനുഷ്യൻ നല്ല കാര്യമാണല്ലോ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അയാളെ കൊണ്ട് തന്നെ എല്ലാ ഗിഫ്റ്റും അങ്ങ് കൊടുപ്പിക്കാം. വരൂ, നമുക്ക് താഴെ പോവാം. ഈ സമ്മാനങ്ങൾ കഴിയാത്തതെന്താ? അതിശയമായിരിക്കുന്നു.
ഇത് എന്ത് മായാജാലമാ? ഈ സമ്മാനങ്ങൾ കഴിയാത്തതെന്താ? വല്ലാത്ത കഷ്ടം തന്നെ. എന്തോ സംഭവിക്കുന്നുണ്ട്. ചിരിക്കരുത്. അയാള് പാവം നല്ല ജോലിയാ ചെയ്തോണ്ടിരുന്നത്. നമ്മള് തീരെ അറിയാണ്ടാണ് അയാളെ പേടിപ്പിച്ചോണ്ടിരുന്നത്. വരൂ നോക്കാം നമ്മുടെ ടോയ്സ് എല്ലാം എവിടെയാണെന്ന്. വരൂ വരൂ, സാന്റയുടെ സമ്മാനങ്ങൾ മേടിക്കൂ. ഇവിടെ നിന്ന് മാത്രമേ ഇത് നിങ്ങൾക്ക് കിട്ടൂ. അവിടെയാണ് നമ്മുടെ ഗിഫ്റ്റ്സ്. വരൂ വരൂ, അതിശയകരമായ സാന്റയുടെ ഗിഫ്റ്റുകൾ ഇവിടെ മാത്രമേ ലഭിക്കുകയുള്ളൂ. സുന്ദരമായ ഗിഫ്റ്റുകൾ വേഗം വാങ്ങൂ. ഹായ്, എനിക്ക് ഇത് വാങ്ങിച്ചതാ. എനിക്ക് അത് മതി. എനിക്ക് ഈ പാവയ മതി. എനിക്ക് ആ പാവയ മതി. എല്ലാവർക്കും കിട്ടും. ഓരോരുത്തരായി പറയൂ. ഈ ഒരു കിളിക്ക് 5000 രൂപ. 5000 രൂപയോ? എനിക്ക് ആ ഗിഫ്റ്റ് തന്നെ വേണം. ഇനി എന്ത് ചെയ്യാനാ? ശരി, ആ പാവ തന്നേക്ക്. ഇതാ സാന്റാക്ലോസിന്റെ ഫാക്ടറിയിൽ നിന്ന് പേഴ്സണലായിട്ട് മേടിച്ചതാണ്. ഗിഫ്റ്റ് വരുത്തിച്ചതാണോ അല്ലെങ്കിൽ മോഷ്ടിച്ചതാണോ? ബോസ്, ഈ കുട്ടിയാണ് അന്ന് ഞങ്ങളെ ഒരുപാടിട്ട് തല്ലിയത്. എന്താ അങ്കിൾ, മോഷ്ടിച്ച സാധനങ്ങളൊക്കെ ഇത്ര വലിയ വിലക്ക് വിൽക്കുന്നോ? ഇതിന് എന്താ പറയാന്നറിയോ? 0 ഇൻവെസ്റ്റ്മെന്റിൽ ഫുൾ പേയ്മെന്റ്. അല്ലല്ല, ഇതിനെയാണ് പറയാ നേരെ ജയിലിക്കുള്ള വഴിയെന്ന്. ഇവര് ഗിഫ്റ്റ് സാധനങ്ങളാണ് മോഷ്ടിച്ചിരിക്കുന്നത്. ഇത് മോഷ്ടിച്ചതല്ല, ഇതൊക്കെ ഞങ്ങളുടേതാണ്. അങ്കിൾ, ഇത് പല വീടുകളിൽ നിന്നും മോഷ്ടിച്ചതാണ്. നിങ്ങളൊന്നും കൊണ്ടും വിഷമിക്കണ്ട. ഇത് ഞങ്ങൾ തന്നെ കൊണ്ടുപോയി കൊടുത്തോളാം. ഈ കുട്ടി ആള് വിളഞ്ഞ വിത്താണല്ലോ. ഇപ്പൊ ശരിയാക്കി തരാം. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ എന്നാണ് എന്റെ പേര്. ഈ കുട്ടിയെ നിങ്ങൾ ചെന്ന് വകവരുത്തൂ.
I will finish you! ശിവ, നീ പേടിക്കണ്ട, ഞാൻ വന്നല്ലോ. ഇനി നിന്നെ തൊടാൻ ആർക്കും ഇവിടെ ധൈര്യം ഉണ്ടാവില്ല. Hands up! തന്നോടാ പറയുന്നത്, hands up! ലഡു സിംഗ് സർ, ഓൾറെഡി അദ്ദേഹം ഫ്ലാറ്റ് ആയി പോയി. എന്താ? ഞാൻ വരുന്നു എന്ന് വിവരം കേട്ടപ്പോ അവൻ ബോധം കെട്ട് വീണതാണോ? റിലാക്സ്. Merry Christmas! Merry Christmas! Merry Christmas, Merry Christmas, hey hey. Merry Christmas! Merry Christmas! Merry Christmas! സാന്റ പോകുന്നു. സാന്റ സാന്റ ഹായ് സാന്റ, ഞങ്ങൾക്ക് ഗിഫ്റ്റ് വേണം. സാന്റ സാന്റ ഹായ് ഹായ് സാന്റ, ഗിഫ്റ്റ് തരൂ. ഹായ്, താങ്ക് യു. ഹായ് സാന്റ, ബൈ ബൈ. ഹായ് സാന്റ. ശിവ, നീ ഒരു വളരെ വളരെ വീരനായ ഒരു നല്ല കുട്ടിയാണ്. എപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടാവണം. ഇതാ നിനക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ്. ബൈ സാന്റ, ബൈ ബൈ. ശിവ, ഇവിടെ സാന്റ വന്നിരുന്നോ? യോ. രംഗില, ഇത് കൊണ്ടുപോയി ക്രിസ്മസ് ട്രീയുടെ 4 വശത്തും പിറ്റിയേ. ആ ഓക്കെ മുത്തശ്ശ, ഞാനിതൊരു ഒറ്റ മിനിറ്റ് ചെയ്തോളാം. ദോ കണ്ടോളൂ. രംഗില, നീ ഇതെന്താണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നത്? സോറി സോറി, ഞാൻ ഇപ്പൊ തന്നെ ശരിയാക്കാവേ. ഒരു മിനിറ്റ്. സോറി സോറി. നിങ്ങൾ എല്ലാവരും ക്രിസ്മസ് ട്രീയുടെ ഡെക്കറേഷൻ ചെയ്യാം. ഞാൻ സാന്റാക്ലോസ് ഇപ്രാവശ്യം സൺസിറ്റിയില് കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വരുന്നുണ്ട്. ഞാൻ ചെന്ന് അദ്ദേഹത്തിനെ വെൽക്കം ചെയ്യാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെന്ന് ചെയ്തേക്കാം. ഇപ്രാവശ്യം സാന്റാക്ലോസ് സ്വയം കുട്ടികൾക്ക് നേരിട്ട് വന്ന് ഗിഫ്റ്റ് കൊടുക്കാൻ പോവുകയാണ്. അതുകൊണ്ടെന്താ നമ്മുടെ സൈഡിൽ നിന്ന് സോഗ ചെല്ലത്തില്ലേ? സോഗ ചെന്ന് എല്ലാ കുട്ടികൾക്കും ടോയ്സ് കൊടുത്തിട്ട് വാ. സോഹയെ കൊണ്ട് അത് പറ്റില്ല. സോഹയെ കൊണ്ട് അതൊരിക്കലും പറ്റില്ല. ഇത്ര വലിയ സിറ്റിയില് ആർക്കെല്ലാം ടോയ്സ് കൊണ്ടുപോയി കൊടുക്കാനാ?
ഷാക്കാൽ, നിങ്ങളൊരു ഫെസ്റ്റിവലും സെലിബ്രേറ്റ് ചെയ്യില്ല, മറ്റുള്ളവരെ സെലിബ്രേറ്റ് ചെയ്യാൻ അനുവദിക്കുകയുമില്ല. നമ്മളും നല്ല കാര്യങ്ങൾ ചെയ്തു വന്നിരുന്നെങ്കിൽ സാന്റാക്ലോസ് ഇവിടെ വന്ന് നമ്മുടെ കുട്ടികൾക്കും ഗിഫ്റ്റ് കൊടുക്കുമായിരുന്നു. എല്ലാ കുട്ടികൾക്കും സാന്റ തന്നെ ഗിഫ്റ്റ് കൊടുക്കുമായിരുന്നു. നീ എന്താണ് ഈ പറയുന്നത്? ഞാൻ ഇതുവരെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. വരൂ, അതെന്താണെന്ന് പെട്ടെന്ന് ആലോചിച്ച് പറയേ. അതെ ഷാക്കാൽ, നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ മാജിക് മായാജാലക്കാരൻ, എന്നെ കണ്ടാൽ പേടിക്കണം. ഷാക്കാൽ ഭക്ഷണം ഭക്ഷണം ഭക്ഷണം. സർക്കാർ പ്ലീസ് പ്ലീസ് രക്ഷിക്കേ. സർക്കാർ സർക്കാർ രക്ഷിക്കേ. എന്തെങ്കിലും പറയുന്ന മുമ്പ് നല്ലപോലെ ആലോചിച്ചിട്ട് പറയണം. നെക്സ്റ്റ് ടൈം നീ സപ്പോളയുടെ വയറ്റിനുള്ളിലേക്ക് ചെല്ലും. അപ്പോ സാന്താക്ലോസ് സൺ സിറ്റിയിലേക്ക് പോവുകയാണല്ലേ? അയാൾക്ക് എങ്ങോട്ട് പോകണമെങ്കിലും പൊയ്ക്കോട്ടെ. എന്നാലും അയാളുടെ ടോയ്സ് കാൽ സിറ്റിയിലെ കുട്ടികൾക്ക് തന്നെ കിട്ടും, അതിലൊരു സംശയമില്ല. സാന്റാക്ലോസ് ഇതാ എത്തിക്കഴിഞ്ഞു. ദേ അങ്ങോട്ട് നോക്ക്, വരുന്നുണ്ട്. അല്ല, അദ്ദേഹം ജോയ്ലാൻഡിലേക്ക് പോയിരിക്കാണല്ലോ. അവിടെ ആരും ഇല്ലല്ലോ. എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ഈ കാര്യം മുത്തശ്ശനോട് പറയണം. എന്തു പറ്റി കുട്ടികളെ? നിങ്ങളൊക്കെ എങ്ങനെയാ ഇവിടെ വന്ന് കുടുങ്ങിയത്? ഇതെന്താ സംഭവിക്കുന്നത്? വേണ്ട, നിക്ക്. ഇതെന്താ? എനിക്കിതെന്താ പറ്റിയത്? അതുകൊണ്ട് ഒരു പ്രയോജനമില്ല സാന്താക്ലോസ്. നീ എത്ര ശ്രമിച്ചാലും ആ കുട്ടികളുടെ ജീവൻ രക്ഷപ്പെടുത്താൻ പറ്റില്ല. നീ ഈ സർക്കിളിനുള്ളിൽ നിന്ന് വെളിയിൽ വന്നാൽ അതോടെ ആ കുട്ടികളുടെ ജീവിതം അവസാനിക്കും. അതിനുത്തരവാദി താനായിരിക്കും. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ അല്ലേ? നീ ആരാണ്? നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? മേരി ക്രിസ്മസ്, മേരി ക്രിസ്മസ്. ഞാൻ മാജിക് മായാജാലക്കാരൻ. എന്നെ കണ്ട് പേടിക്കണം. ഞാനാണ് ഷാക്കാർ. നീ ഇവിടെ എന്താണ് ചെയ്യുന്നത്? ചേടാ, ഇവൻ എന്നെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അവൻ പറയുന്നത് ഒരു പക്ഷേ ഞാൻ ഈ സർക്കിൾ വിട്ട് പുറത്തിറങ്ങിയാൽ ആ കുട്ടികൾ താഴെ വീണ് ചത്തുപോകുമെന്നാ പറയുന്നത്. എനിക്ക് ഈ കുട്ടികളുടെ ജീവനൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. നിങ്ങൾക്ക് അവരെ രക്ഷിക്കണമെങ്കിൽ പോയി രക്ഷിച്ചോളൂ.
ഞാൻ ഇവിടെ സ്ലീപ്പിന്റെ ടോയ്സ് വേണ്ടി മാത്രം വന്നതാണ്. ഇപ്പൊ ഇതെല്ലാം കാൾ സിറ്റിയുടെ പ്രോപ്പർട്ടിയാണ്. രുദ്ര അവരെ തടഞ്ഞു നിർത്ത് വേഗം. ഓടിക്കോ, ഷാക്കാൽ നിങ്ങളെ പിടിക്കാതെ നോക്കിക്കോ. വിട്ടേക്ക്, എന്നെ വിട്ടേക്ക്. സോഹയ്ക്ക് ഇതൊന്നും പറ്റില്ല. ഷാക്കാൽ, എന്നെ കൊണ്ട് പറ്റില്ല, എന്നെ വിട്ടേക്ക്. എന്റെ വാലി പിടിച്ച് ഇങ്ങനെ വലിക്കല്ലേ. വേദനിക്കുന്നു, എനിക്ക് സഹിക്കാൻ പറ്റുന്നേയില്ല. ശ്വാസം മുട്ടിട്ട് വയ്യ ഷാക്കാൽ. ഹലോ മൈ ഡിയർ റെയിൻഡിയർ, നമുക്ക് കാൾ സിറ്റിയിലേക്ക് പോകാം. ഓ നോ. സന, നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഷകാൽ എന്തോ ഒരു ചതി ചെയ്തിട്ടുണ്ട്. ഞാൻ അകത്തേക്ക് വരാം, നീ രുദ്രയുടെ കൂടെ ചെല്ലേ. പോയിക്കോളൂ. ഞാൻ മാജിക്കാണ്, മായാജാലക്കാരൻ. എന്നെ കണ്ടു പേടിക്കണം, ഞാൻ ഷകാലാണ്. ഇതൊരു സാധാരണ സർക്കിൾ അല്ല ജയസിംഗ്. ഇപ്പോ നിനക്കും ഈ സർക്കിളിൽ നിന്ന് പുറത്തേക്ക് വരാൻ സാധിക്കുകയില്ല. വേണമെങ്കിൽ ട്രൈ ചെയ്തു നോക്ക്. ട്രൈ ചെയ്ത് നോക്ക്. നീ കാലെടുത്ത് പുറത്തേക്ക് വെക്കുകയാണെങ്കിൽ അതോടെ കുട്ടികളുടെ കാര്യം പോക്കാം. അവർ താഴെ വീഴും. ട്രൈ ചെയ്ത് നോക്ക്. ഇതിന്റെ അകത്തേക്ക് ആർക്ക് വേണമെങ്കിലും വരാൻ പറ്റും, പക്ഷെ പുറത്തേക്ക് ആർക്കും ഒരിക്കലും പോകാൻ പറ്റുകയില്ല. ഇനി നിങ്ങൾ ഇതിനകത്ത് തന്നെ കിടക്കേണ്ടി വരും. ഞാൻ പോയി കുട്ടികൾക്ക് ടോയ്സ് കൊടുത്തിട്ട് വരാം. നിങ്ങളാരും വിഷമിക്കണ്ട, ഞാൻ ഷാക്കാലിനെ ഫോളോ ചെയ്തോളാം. രുദ്ര, നീ യൂണിക്കോണിനെ കൂടെ കൊണ്ടുപോ. അവൻ റെയിൻഡിയറിനെ സ്മെൽ ചെയ്ത് കണ്ടുപിടിക്കും. താങ്ക്സ് സാന്റോർ. വന്നോളൂ കുട്ടികളെ, വരൂ. ഞാൻ നിങ്ങൾക്ക് ടോയ്സ് തരാൻ പോവുകയാണ്. വരൂ. നീ അങ്ങോട്ട് നോക്ക്. ഷാക്കൽ സാന്റക്ലോസിന്റെ വണ്ടിയിൽ ടോയ്സ് കൊണ്ടുവന്നിരിക്കുവാ. തുറക്ക് സിം സിം. അക്കീര സക്കീര ബസൂക്ക തുറന്നോളൂ. ഈ ബാഗ് സാന്റക്ലോസിനെ മാത്രമേ തുറക്കാൻ പറ്റൂ. ഇല്ല ഇല്ല, ഇത് ശരിക്കും അപമാനമായി പോയല്ലോ. രുദ്ര ഇപ്പൊ എന്റെ പുറകെ വന്നോണ്ടിരിക്കുക. ഞാനിപ്പോ എവിടെയെങ്കിലും ചെന്ന് ഒളിച്ചിരുന്നേ പറ്റൂ. പോകൂ. രുദ്ര, അവർ കുറച്ചു മുന്നേ ഇവിടുന്ന് പോയെന്ന് തോന്നുന്നു. റെയിൻഡിയറിന്റെ സ്മെൽ എനിക്കിപ്പോഴും കിട്ടുന്നുണ്ട്. ജയസിംഗ്, സൂക്ഷിച്ച്. നമ്മളിപ്പോൾ വാലിയുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ കുട്ടികൾക്കൊപ്പം നമ്മളും ആ വാലിയിലേക്ക് വീഴുന്ന തോന്നുന്നത്. ഷാക്കാൽ ഒരു അതിഭയങ്കരമായ പ്ലാനിങ് ചെയ്തു വെച്ചിരിക്കുകയാണ്.
ചേടാ, ഇത്രയും വലിയ മാജിക് ബുക്കിനകത്ത് അത്തരത്തിൽ ഒരു മന്ത്രവും ഇല്ലല്ലോ. സാന്താക്ലോസിന്റെ ബാഗ് ഓപ്പൺ ചെയ്യാൻ ഒരു മന്ത്രവും ഇല്ലേ? ഓ, എന്ത് ചെയ്യും ഞാൻ ഇനി? എന്ത് ചെയ്യും? സബോല, നീ എന്തെങ്കിലും ഒന്ന് ആലോചിച്ച ഒരു ഐഡിയ പറയേ. ഞാനാണ് സബോല. ഞാൻ എന്ത് ചെയ്യാനാ? ശകാൽ, രുദ്ര വരുന്നുണ്ട്, അങ്ങോട്ട് നോക്ക്. ഷകാൽ, മര്യാദയ്ക്ക് അസ്ലിയെ തിരിച്ചു തന്നേക്കാം. നീ തിരിച്ചു പൊയ്ക്കോളൂ, ഇല്ലെങ്കിൽ എന്റെ ഗാർഡ്സ് നിന്റെ കഥ ഇപ്പൊ തന്നെ കഴിക്കും. രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. എടാ, ഇതിപ്പോ മോശമായിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഈ ശാഖാൽ എത്ര അടി കൊണ്ടാലും ഒരിക്കലും നന്നാവുന്ന ലക്ഷണമേ ഇല്ലെന്നാ തോന്നുന്നത്. രുദ്ര, ഞങ്ങളിത് എത്തിക്കഴിഞ്ഞു. ഞങ്ങൾ നിന്നെ പിടിച്ചു കഴിഞ്ഞു. രുദ്ര, രക്ഷിക്കണേ. अंतर मंतर कार्य कलांतर छू. അറ്റ്ലീസ്റ്റ് ആ ഗോഡ്സ് ഒക്കെ താഴെ വീണില്ലേ. ഗുഡ് ഷോ വരുൺ. കുട്ടികൾ അങ്ങോട്ട് പോവുകയാണെങ്കിൽ നമ്മളും അതിൽ വീഴുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനിയിപ്പോ നിങ്ങളെ കുട്ടികളെ രക്ഷിക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. എന്താണെന്ന് പറയൂ. ചെന്നവരെ പിടിച്ചുകെട്ട്.
രുദ്ര, നീ ഇപ്പൊ ആരോടാണ് ഏറ്റുമുട്ടിയിരിക്കുന്നത് നിനക്കറിയില്ല. ഞാൻ മാജിക്കാണ്, മായാജാലക്കാരൻ. എന്നെ പേടിക്കണം. ഞാനാണ് ഷകാൽ. ഞാൻ വീണ്ടും വരും. ജയ് സിംഗ് ചൗഹാൻ. ജയസിംഗ്, ഞങ്ങൾ എല്ലാവരും ഒരു നിമിഷം നിങ്ങളെ ഓർത്ത് പേടിച്ചു പോയി. സാന്റ വരൂ, ഗിഫ്റ്റ് കൊടുക്കുന്ന സമയമായി കഴിഞ്ഞു. താങ്ക് യു കുട്ടികളെ, നിങ്ങൾ ക്രിസ്മസിനെ രക്ഷിച്ചിരിക്കുകയാണ്. എല്ലാ കുട്ടികൾക്കും എന്റെ താങ്ക് യു. നിങ്ങളെല്ലാവരും ഞാനൊരു സ്പെഷ്യൽ റൈഡിന് കൊണ്ടുപോവുകയാ. കേറിയിരിക്കൂ, വാ വേഗം കേറ്. കേറ്. സാന്റ കുട്ടികളെ കൊണ്ട് പൊയ്ക്കോളൂ. ഞാനും രംഗിലും ബൈക്കിൽ വന്നോളാം. ഹലോ കിഡ്സ്, ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്. ഇതാ പിടിച്ചോ, ഒരുപാട് സമ്മാനങ്ങൾ. പിടിച്ചോ എല്ലാവർക്കും. സാന്റ, ഒരു റിക്വസ്റ്റ് ഉണ്ട്. യെസ് പറഞ്ഞു രുദ്ര, നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. നിങ്ങൾക്ക് ആ കാൽസിറ്റി കുട്ടികൾക്കും ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുമോ? അവര് സന്തോഷമായിട്ട് ക്രിസ്മസ് ആഘോഷിക്കണ്ടേ? പിന്നെന്താ, കൊടുത്തേക്കാം. ഞാൻ സൺസെറ്റിൽ ഗിഫ്റ്റ് കൊടുത്തതിന് ശേഷം അങ്ങോട്ട് പോകാനിരിക്കുകയായിരുന്നു. എനിക്ക് എല്ലാ കുട്ടികളും സമമാണ്. പക്ഷേ നീ ഇപ്പൊ പറഞ്ഞ വാക്കുണ്ടല്ലോ, അതെന്റെ മനസ്സിനെ തൊട്ടിരിക്കുകയാണ്. You are a very good boy, Rudra. Let's go. Merry Christmas, കുട്ടികളെ. Enjoy. Merry Christmas. Bye bye. ഇന്ന് നിനക്ക് ഭാഗ്യമുള്ള ദിവസമാണ് പപ്പി. നിന്റെ ആഗ്രഹത്തിന് പപ്പി സാർ ഓക്കെ പറഞ്ഞിരിക്കുകയാണ്. ഗോൾഡൻ ഹിൽസിൽ നിന്ന് ഒരുപാട് ദൂരെയുള്ള ഷിംലയിലെ കുളിരുള്ള പ്രദേശത്തിൽ മഞ്ഞുമലകളുടെ ഇടയ്ക്ക് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. അതിനാണ് പറയുന്നത് ഗ്രാൻഡ് ആയ ക്രിസ്മസ് സെലിബ്രേഷൻ.
ചായ ചൂടാണ്, പക്ഷെ എന്റെ ശരീരം തണുപ്പ് കൊണ്ട് വേറൊക്കെയാണ്. പക്ഷെ പ്രിൻസിപ്പൽ സാർ 5 കുട്ടിച്ചക്കന്മാരെ എന്തിനാണ് ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നത്? ഇവിടെ വെക്കേഷൻ സെലിബ്രേറ്റ് ചെയ്യുമ്പോ പോലും ഇവന്മാരെ എന്തെങ്കിലും ഗുലുമാലി ഒപ്പിക്കാം. ഇവന്മാരെ കൊണ്ട് ഞാൻ തോറ്റു. പപ്പി, നീ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല സാർ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല സാർ. അതായത് ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ ഷിംലയിൽ നല്ല ജോളി ആയിട്ടുണ്ട് സാർ. ശരിക്കുള്ള തമാശ വൈകുന്നേരമാണ് ഉണ്ടാവുക. അപ്പോ നമ്മുടെ മേയർ സാറിന്റെ ക്രിസ്മസ് പാർട്ടി നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പോവുകയാ. അത്തരം ഒരു ക്രിസ്മസ് പാർട്ടി നിന്റെ ജീവിതത്തിൽ ഒരിക്കലും കണ്ടു കാണുകയില്ല. പപ്പി, ഈ പാർട്ടിയെ കുറിച്ച് നീ കുട്ടികളോടൊന്നും. കുട്ടികളോ? നിങ്ങൾ കുട്ടികളെ ഓർത്ത് വിഷമിക്കണ്ട സാർ, ഞാൻ അവരെ ഡീൽ ചെയ്തോളാം. സൈക്ലിംഗ് ആയാലും സ്കീയിങ് ആയാലും നിന്റെ മാധവനെ കൊണ്ട് എന്റെ ഗോപാലിനെ ഒന്നും ചെയ്യാൻ പറ്റൂല. നോക്കിയേ, ഈ സ്ഥലം ഭയങ്കര ഡെക്കറേഷൻ ആണല്ലോ. ഇവിടെ എന്താ കാര്യം ഗോപു? അത് എന്താണെന്നോ, ഇവിടെ ഒരു ഗ്രാൻഡ് ആയ ക്രിസ്മസ് പാർട്ടി നടക്കാൻ പോവുകയാണ്. അതിന് ഹോസ്റ്റാണ് ഷിംലയുടെ മേയർ സാർ. പിന്നെ അവിടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അതാരാണെന്ന് അറിയുമോ? ഞങ്ങളല്ലേ? അല്ല, പ്രിൻസിപ്പൽ സാറാണ്. എവിടെ പ്രിൻസിപ്പൽ സാറുണ്ടോ അവിടെ ഞാനും ഉണ്ടാകും. എന്താ ചെയ്യാനാ, നിങ്ങൾക്ക് ആർക്കും ഈ പാർട്ടിയിൽ വരാൻ പറ്റില്ല. പിന്നെ ഷിംലയ്ക്ക് വന്നിട്ട് മേയർ സാറിന്റെ സ്പെഷ്യൽ ക്രിസ്മസ് പാർട്ടി കണ്ടില്ലെങ്കിൽ പിന്നെ എന്റെ ജീവിതത്തിന് വേസ്റ്റ് ആയി പോവാ. ഈ ക്രിസ്മസ് പാർട്ടിയിൽ നമ്മൾ എന്തായാലും പങ്കെടുത്തേ പറ്റൂ. എന്തായാലും ശരി. വരൂ വരൂ, എല്ലാവരും വേഗം വരൂ. ആ ട്രക്കിൽ നിന്ന് സ്നോമാൻ മോഡൽസിനെ ഒക്കെ വേഗം താഴേക്ക് ഇറക്ക്. എന്നിട്ട് അതിനെ കൊണ്ടുപോയി ആ പാർട്ടി ഗ്രൗണ്ടിൽ വേഗം അലങ്കരിച്ച് വെക്ക്. പാർട്ടി അറ്റൻഡ് ചെയ്യാൻ നിങ്ങളെല്ലാം റെഡി ആയിരുന്നു കൂട്ടുകാരെ. എടാ ഒന്ന് അനങ്ങി നടക്കടാ, ഒരുപാട് പണി ബാക്കി കിടക്കുക. ഈ എക്സ്ട്രാ സ്നോമാൻ എവിടുന്നാണ് വന്നത്? ബാക്കിയുള്ള സ്നോമാൻ ഒന്നും ഇത്രയും ഘനം ഉണ്ടായിരുന്നില്ലല്ലോ. ഇത്രയ്ക്ക് ഗിഫ്റ്റോ? അതോ ഇത്രയ്ക്കോ? വാവ്, നമുക്ക് ഇതിന്ന് 4-5 പാക്ക് എടുത്താലോടാ. എന്തായാലും ആരും അറിയാൻ പോകുന്നില്ലെന്നേ. കിട്ടിയത് മൊത്തം മുതലാക്കണം. ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് സ്വന്തമാക്കുന്നത് ഒരു പ്രത്യേക ത്രില്ല് തരും. സ്നോമാന്റെ കൂടെ ഒരു സെൽഫി എടുത്തേ പറ്റോ. ആരാ തുമ്മിയത്? വേഗം ലൈനിൽ ചെന്ന് നിൽക്ക്. സ്നോമാൻ എങ്ങനെ റോമാൻ ആയത്? അത് ഇമ്പോസിബിൾ ആണല്ലോ. തുമ്മുന്ന ഒരു തരം സ്നോമാനോ? അതോ സ്നോമാന്റെ അകത്ത് തുമ്മുന്ന ലക്ഷ്മൺ പതുങ്ങിയിരിക്കാണോ? അപ്പൊ പാർട്ടിയില് പതുക്കെ വലിഞ്ഞു കയറി വന്നതായിരിക്കുമോ? ആരെവിടെ പതുങ്ങിയിരുന്നാലും അവരുടെ മുഖം മൂടി ഞാൻ വലിച്ചു കീറുന്നതായിരിക്കും. വെറുതെ ഉള്ള ഞാൻ. എടാ മരമണ്ട ലക്ഷ്മണ, കുറച്ചിടം നിനക്ക് തുമ്മാതിരിക്കാൻ പറ്റില്ലടാ. പുറത്തിറങ്ങി വാടാ കള്ള ലക്ഷ്മണ. ചേടാ, അപ്പോ ഇതിനകത്ത് ഇല്ലേ? അപ്പൊ അടുത്തതിൽ തീർച്ചയായിട്ടും ഉണ്ടാകുക. ചേടാ, ഇതിലും ഇല്ലേ? ഓക്കെ, എനിക്ക് തോന്നുന്നത് പപ്പിനെ നമ്മളെ ഒരു വഴിയാക്കാതെ വിടില്ലെന്ന്. കൊള്ളാം മേയർ സാർ, എത്ര അടിപൊളി പാർട്ടിയാണ് നിങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓ, താങ്ക് യു മിസ്റ്റർ പട്വർദ്ധൻ. ഇതൊക്കെ എന്ത്? അത് കൊള്ളാം. ഇതിനകത്ത് കയറി പതുങ്ങിയിരിക്കാണല്ലേ. ഇപ്പൊ കാണിച്ചാലോടാ. എന്തൊക്കെയാണോ നീ കാണിക്കുന്നത്? എടാ പപ്പി, എന്റെ ഈ ക്രിസ്മസ് പാർട്ടി നശിപ്പിക്കാനായിട്ടാണോ നീ ഇങ്ങോട്ട് വന്നത്? ഇനി നീ ഇവിടെ ഉള്ള ഒരു സ്നോമാന്റെ ദേഹത്ത് പോലും കൈവെക്കരുത്, പറഞ്ഞേക്കാം. അങ്ങനെ എങ്ങനെ ചെയ്താൽ ഞാൻ നിന്നെ ഒരു സ്നോമാൻ ആക്കി ഇവിടെ തന്നെ പ്രതീക്ഷിക്കും, മനസ്സിലാണോ? പപ്പി, ജസ്റ്റ് മിസ്സിൽ എസ്കേപ്പ് ആയത്. ഗോപു, അത് കണ്ടോ? മാധവൻ നമ്മളെ തോൽപ്പിച്ച പ്രാവശ്യം മുന്നിൽ പോയിരിക്കുക.
അല്ലടാ നമ്മള് പാട്ടിന്റെ അകത്ത് എങ്ങനെയാടാ പോവാ? ഐഡിയ ചെയ്യേ. ഓ നിന്നെയൊക്കെ കൊണ്ട് തോറ്റു. ഒന്ന് വേഗമാണെങ്കിൽ നടക്കണം. ഇത് ഇന്ന് തന്നെ തീർക്കാനുള്ളതാ. ഐഡിയ. ചാൻസ് കിട്ടുമ്പോ കഴുതകളെ ഞാൻ പറയാൻ വന്നത് റെഡ് ഡിയറിനെ പോലും ഫ്രണ്ട്സായി മാറ്റണടാ. ബാക്കിയുള്ള റെയിൻഡിയർ പോലൊന്നും അല്ലല്ലോ. ഇതിനെന്താ ഇത്ര കനം? ഇതിലും ഭേദം ചന്ദ്രചേട്ടന്റെ കടയിലെ റേഷനരി പൊക്കാൻ പോകുന്നതാ. ഇത് ഇരുമ്പ് ചെമ്പൊന്നും അല്ല, അതിൽ കൂടിയതോ ഇനോ. ലക്ഷ്മണ, ഈ പാർട്ടിയിൽ ലോകമെമ്പാടുമുള്ള ഒരുപാട് കേക്കും ഒരുപാട് പേസ്ട്രിയും ഉണ്ട്. നീ കഴിച്ചോ? പക്ഷെ എനിക്കും കുറച്ചെത്താ. ഞാൻ പുറകിലുള്ള ഉള്ളത്. പപ്പി അതേതായാലും കലക്കേ. ക്ലൈമറ്റ് അടിപൊളിയായിട്ടുണ്ട്. ഐസ്ക്രീം കലക്കി. പക്ഷെ എനിക്കത് തിന്നാൻ പറ്റില്ലല്ലോ. ഷടാ, എന്റെ ഐസ്ക്രീം എവിടെ പോയി? എന്തുമാത്രം ജ്യൂസസ് ഇവിടെ ഉള്ളത്. അത് ഞാൻ ടേസ്റ്റ് ചെയ്യണം. അത് ഞാൻ വിടില്ല. എന്താ ഇത്? റെയിൻഡിയറുടെ വേഷത്തിൽ ഗോപാലോ. ലക്ഷ്മണ ഓടിക്കോ. പപ്പിയെ കളിപ്പിക്കാനൊന്നും പറ്റില്ല. ഞാനിപ്പോ ലെഫ്റ്റാ കട്ട് ചെയ്യണത്. ഏതാരെങ്കിലും ഒന്ന് തടഞ്ഞു നിർത്ത. നിന്നെ കൊണ്ട് ഞാൻ തോറ്റല്ലോടാ പപ്പി. ഞാൻ പോയി നോക്കാം സാർ. ദേഷ്യപ്പെടരുത്. എടാ പപ്പി, മതി നിന്റെ കളി. സാർ ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. ഈ പാർട്ടിയിൽ ചിലർ ഇൻവൈറ്റ് ചെയ്ത് വന്നിരിക്കാണ് സാർ. ഞാൻ പറയുന്നത് കേൾക്ക് സാർ. അവരാരും അറിയാതെ പാർട്ടി എൻജോയ് ചെയ്യാണ് സാർ. ഇന്നിവിടെ വേറെ ആരും വന്നിട്ടില്ല. ഇതെല്ലാം നിന്റെ ഇമാജിനേഷൻ ആണ്. ഈ സ്ലേ നിന്റെ ലക്ഷ്മണ രേഖയാണ്. ഈ പാർട്ടി കഴിയുന്നത് വരെ നീ സ്ലേയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങരുത്. അല്ലെങ്കിൽ നീ പാർട്ടിയിൽ എന്തെങ്കിലും പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. പേസ്ട്രി, ഡോണറ്റ്. ഗോപു, നിന്റെ വയറ് മാത്രം നിറഞ്ഞാ മതിയോടാ. ഈ റെയിൻഡിയറിന്റെ വയറ് നിറയ്ക്കണ്ടേ? സോറി. ഇന്നാ ലക്ഷ്മണ നീയും കഴിക്ക്. ഗോപാലും ലക്ഷ്മണനുമോ? മാധവനും ലക്ഷ്മണനും ലക്കിയുമുണ്ട്. ഇത് മാധവനും ഗോപാലും ചേർന്ന് എന്റെ കൺമുമ്പില് ഗുലുമാല ഒപ്പിച്ചിരിക്കുകയാണ്. എന്നിട്ടും എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഞാനിത് എന്ത് ചെയ്യാം? എനിക്ക് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. പ്രിൻസിപ്പൽ സാർ എന്നോട് പറഞ്ഞതല്ലേ, ഈ സ്ലേ എന്റെ ലക്ഷ്മണ രേഖയാണെന്നല്ലേ പറഞ്ഞത്. ഇത് കാണുന്നത് എനിക്ക് എങ്ങോട്ട് പോകാൻ പറ്റില്ല. ഏതാ ഈ ലക്ഷ്മണ രേഖ? അതായത് ഈ സ്ലേ ഗോപാലിന്റെ മാധവന്റെ അടുത്തേക്ക് പോകാമല്ലോ. അങ്ങനെ ചെയ്തേക്കാം. ലക്ഷ്മണ രേഖയിൽ നിന്ന് ഞാനിത് എസ്കേപ്പ് ആയി കഴിഞ്ഞു. പപ്പി, നീ നിന്റെ ലക്ഷ്മണ രേഖ കടന്ന് എങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത്? സർ, ഞാൻ ലക്ഷ്മണ രേഖയുടെ അകത്ത് തന്നെയുണ്ട് സർ. പക്ഷേ ഈ ലക്ഷ്മണ രേഖയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഔട്ട് ഓഫ് കൺട്രോൾ തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ് സർ. കണ്ടില്ലേ? ഇനി ഗോപാൽ രക്ഷപ്പെട്ട് എങ്ങോട്ട് ഓടാൻ പറ്റില്ല. എടാ, നിനക്ക് പിടിക്കണെങ്കിലേ മാധവനെ ചെന്ന് പിടിക്ക്. എന്നെ പിടിക്കല്ലേ. എടാ, നിനക്ക് പിടിക്കണമെങ്കിലേ ഗോപുനെ പോയി പിടിക്ക്. ഗോപുന എന്നെയല്ല. ഇന്നാ റിട്ടേൺ ടിക്കറ്റ് വാങ്ങിച്ചോടാ. ചേട്ടാ, ഈ ലക്ഷ്മൺ രേഖ ഇപ്പൊ റിവേഴ്സിലാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ തലയ്ക്ക് ആരാണ് ഗിഫ്റ്റ് റാപ്പർ ഇട്ടത്? ഇന്നാ പിടിച്ചോ ലക്ഷ്മണ. ഇപ്പൊ നിനക്കൊരു ചാൻസ്. അയ്യോ, ഇതെന്താ? നിക്കണോ അവിടെ? മാറി നിൽക്കണം.
പാർട്ടിയിൽ നമ്മളെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ പാർട്ടിയിൽ നിന്ന് രക്ഷപ്പെടാടാ. വാടാ. എങ്ങോട്ടാടാ ഓടി രക്ഷപ്പെടാൻ നോക്കുന്നത്? പിടിച്ചടാ, ഞാൻ നിങ്ങളെ പിടിച്ചടാ. വേഷം മാറി വന്ന് നിങ്ങളെ ഞാൻ പിടിച്ചടാ. അതിനുള്ള പ്രൂഫ് എന്റെ കയ്യിലുണ്ട്. വേഷം മാറി വന്നോ? ആരാടാ? പപ്പി നമ്മളെ പ്രൂഫോടെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോ എന്ത് സംഭവിക്കും നോക്കണം സാർ. നിങ്ങളുടെ ബ്രില്യൻ സ്റ്റുഡൻസ് രഹസ്യമായിട്ട് പാർട്ടിയിൽ വലിഞ്ഞു കയറി വന്നിരിക്കുകയാണ്. ഗോപാൽ, മാധവ്, നിങ്ങൾ ഈ പാർട്ടിയിൽ എന്തിനാ രഹസ്യമായി കയറി വന്നത്? പക്ഷെ സാർ, നിങ്ങളല്ലേ എന്നോട് പറഞ്ഞത് ഈ കുട്ടികളോട് പാർട്ടിയെ കുറിച്ച് പറയാൻ പാടില്ല? തീർച്ചയായും പറയണം എന്നാണ് ഞാൻ പറഞ്ഞത്. ക്രിസ്മസ് പാർട്ടിയെ കുറിച്ച് തീർച്ചയായും പറയണമെന്നാ പറഞ്ഞത്. എന്ത്? അങ്ങനെയാണ് ഞങ്ങൾ ഈ പാർട്ടിക്ക് വരാൻ വേണ്ടിട്ട് ഇത്രയൊക്കെ കഷ്ടപ്പെട്ടത് വേസ്റ്റ് ആയി പോയെന്നോ? ഞാൻ ഒരു കാരണവുമില്ലാതെ ഇവരെ തടഞ്ഞു നിർത്താൻ പോയതാണ് തെറ്റായി പോയത്. ഇനിയിപ്പോ എന്ത് ചെയ്യാം? എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പാർട്ടിയിൽ ഇൻവിറ്റേഷൻ ഉണ്ടോ സാർ? പക്ഷെ ഒരു കാര്യം, ഈ പപ്പി ഇവിടെ ഉണ്ടാവരുത്. ഇവൻ എന്റെ പാർട്ടി മുഴുവൻ നശിപ്പിച്ച് കൊളവാക്കി വെച്ചിരിക്കുക. സോറി മേയർ സാർ, നിങ്ങൾ എന്റെ കൂടെ വരൂ. നിക്കടാ പപ്പി, അത്ര ഈസി ആയിട്ടൊന്നും നിന്നെ പറഞ്ഞയക്കില്ല. ഞങ്ങൾ ക്രിസ്മസ് പാർട്ടി പപ്പിയുടെ കൂടെ ചേർന്ന് ആഘോഷിക്കാൻ പോവാണ്. സാർ, നിങ്ങളുടെ പാർട്ടിയിൽ ഒരു തകരാറും പറ്റിയിട്ടില്ല സാർ. നിങ്ങളുടെ പാർട്ടി ഇനിയാണ് തുടങ്ങാൻ പോകുന്നത്. പ്ലീസ് ഒന്ന് ഓക്കെ എന്ന് പറയണം സാർ. ദയവിത് സമ്മതിക്കണ്ട സാർ. ഇതെനിക്ക് ഒറ്റയ്ക്ക് ആഘോഷിക്കാനുള്ള ക്രിസ്മസ് പാർട്ടി അല്ല, നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള പാർട്ടിയാണിത്. അപ്പോ അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഒന്നിച്ച് ക്രിസ്മസ് പാർട്ടി ആഘോഷിക്കാൻ പോവുകയാണ്. ഇത്രയധികം ഗിഫ്റ്റ്സോ? ഡാഡി കട മൊത്തം വാങ്ങിച്ചെന്നാ തോന്നുന്നേ. ഈ ഗിഫ്റ്റ് എല്ലാം തുറന്ന് നോക്കി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ക്രിസ്മസ് കഴിയുമല്ലോ. നമ്മുടെ അല്ല, എന്റെ മാത്രം. ഒരു മിനിറ്റ്. അത്യാഗ്രഹം അത്ര നല്ലതല്ല രോഹൻ. ഈ വലിയ ഗിഫ്റ്റ് ബോക്സ് എന്റെയാണ്. ഇത് എന്റെയാണ്. കേമോൻ വിടൂ. നീ വിട്. ഇതെന്റെ ഗിഫ്റ്റോ? നിനക്ക് വേണ്ടിയാണ് ഈ ചെറിയ ഗിഫ്റ്റ്സ് ഒക്കെ വെച്ചിരിക്കുന്നത്. മോനെ, ചെറിയ ചെറിയ ഗിഫ്റ്റ് എല്ലാം നീ എനിക്ക് തന്നിട്ട് നീ വലിയ ഗിഫ്റ്റ് ബോക്സ് കൊണ്ട് ഓടുന്നല്ലേ? അങ്ങനെ ഇപ്പം വേണ്ട. ഈ വലിയ ഗിഫ്റ്റ് ബോക്സ് എന്റെ മാത്രമാണ്. ഞാൻ ആർക്കും വേണ്ടി ഒന്നും വാങ്ങിയിട്ടില്ല. ഇറ്റ്സ് ഓക്കെ ഡാഡി. ഡാഡി സർപ്രൈസ് ആയിട്ട് വെച്ചതല്ലേ. പക്ഷെ ഞങ്ങൾക്കിപ്പോ മൊത്തം ഗിഫ്റ്റ്സ് കിട്ടി. എന്തായി കാണിക്കുന്നത്? ഇതെല്ലാം എന്റെ ഓഫീസിൽ കൊണ്ടുവരാനുള്ളതാണ്. പ്ലീസ് ഇതൊന്ന് വിട. നിങ്ങൾ അപ്പൊ എന്റെ പ്രസന്റിന്റെ കാര്യോ? എന്റെ ക്രിസ്മസ് ഗെയിം എവിടെ? ഈ ഗിഫ്റ്റുകളൊക്കെ എന്റെ ഓഫീസിലേക്ക് കൊണ്ടുവരാനുള്ളതാണ്. ഇതെന്റെ ബോസിന് വേണ്ടി വാങ്ങിയതാണ്. ഇറ്റ് ഇസ് നോട്ട് ഫോർ യു, കീമോൻ ആൻഡ് രോഹൻ. വരൂ, രണ്ടുപേരും എന്നെ സഹായിക്കൂ. പക്ഷെ ഞങ്ങൾക്കും ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യണം. ഡാഡി ഇതിന് മാത്രം ഗിഫ്റ്റ് കൊണ്ട് എന്ത് ചെയ്യാനാ? ഒരു ഗിഫ്റ്റ് ഞങ്ങൾക്ക് കൂടെ താ പ്ലീസ്. നിങ്ങൾക്കുള്ള ഗിഫ്റ്റ് ഒക്കെ റിപ്പോർട്ട് കാർഡ് കണ്ടതിന് ശേഷം തരാം. ബൈ ബൈ കുട്ടികളെ. ഗിഫ്റ്റ് എല്ലാം എടുത്തോണ്ട് പോയി. പിന്നെ നമ്മളെ കൊതിപ്പിക്കാനായിട്ട് തോപ്പി മാത്രം ബാക്കി. ഈ സാന്റാ ക്യാപ്പിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് നമ്മുടെ അടുത്ത മാജിക്. നീ എന്ത് ചെയ്യണമെന്നാ പറയാൻ പോകുന്നു രോഹൻ?
നീ നിന്റെ മാജിക് കൊണ്ട് ഈ സാന്റാ ക്യാപ്പിന് ജീവൻ കൊടുക്കൂ. പിന്നെ ആരാണോ ഈ ക്യാപ്പ് ഇടുന്നത് അവര് നമുക്കൊരു ഗിഫ്റ്റ് തരും. ഗുഡ് ഐഡിയ. ഇനി എല്ലാവരും നമുക്ക് വേണ്ടി സാന്റയാകും. അപ്പൽ പപ്പൽ ചപ്പൽ ചാർ. ശ്രദ്ധിച്ചു കേൾക്കൂ, ഞാൻ പറയാം. ഓ കൊള്ളാലോ. ആദ്യത്തെ ഗിഫ്റ്റ് നമുക്ക് ആരാ തരുന്നേ? ചോക്ലേറ്റ് ഗിഫ്റ്റ്. സർമാകളിനെ തൊപ്പി വെപ്പിച്ചാൽ പിന്നെ ആ മുഴുവനും ചോക്ലേറ്റ് നമ്മുടെയായി. രോഹൻ, സാന്റാ ക്യാപ്പ് എന്റെ കൈ തരൂ, ഞാൻ ചെയ്യാം മാജിക്. തരാൻ സാന്റാ ക്യാപ്പ് നിനക്ക് തരാനോ? അപ്പൊ എല്ലാ ഗിഫ്റ്റ്സും നിനക്കല്ലേ കിട്ടുള്ളൂ. അത്രയ്ക്ക് മണ്ടനൊന്നുമല്ല ഞാൻ. മാജിക് എന്റെയാണ്. ചിലപ്പോഴെങ്കിലും അതിന്റെ ഗുണം എനിക്കും കൂടെ കിട്ടട്ടെ. ചോക്ലേറ്റ് എന്റെ വളരെ ഫേവറേറ്റ് ആണ് സഹോദരൻ. തരാം തരാം, നിന്റെ നമ്പർ വരാം. പക്ഷെ അതിനു മുമ്പ് എല്ലാ ഗിഫ്റ്റ്സും വാങ്ങി ഞാൻ വീട്ടിൽ പോവും. നീ കുറെ നേരമായി നാടകം കളിക്കുന്നു. ശരി, നിനക്ക് സന്തോഷമാട്ടെ. നീ തന്നെ എടുത്തു. ഇതെനിക്ക് നിങ്ങളോട് ക്ഷമിക്കാൻ പറ്റില്ല. നിന്റെയൊക്കെ കുരുത്തക്കേടിന് എല്ലാവരോടും ഞാൻ പറഞ്ഞു കൊടുക്കൂടാ. വരൂ വരൂ, എല്ലാവരും വരൂ. ഈ രോഹൻ എത്ര വലിയ നഷ്ടമാണ് എന്റെ കാർ ഉണ്ടാക്കിയെന്ന് എല്ലാവരും നോക്കൂ. ഇന്ന് നിനക്ക് രക്ഷപ്പെടാനാവില്ലടാ. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നിന്നെ ഞാൻ ശിക്ഷിക്കാൻ പോവാ. വാടാ മോനെ, വാടാ. രോഹൻ പെട്ടുപോയല്ലോ. എന്തെങ്കിലും ചെയ്താൽ പറ്റൂ. ഐഡിയ. ഞാനൊന്നും ചെയ്തില്ല. നിന്റെ തെറ്റാണെന്ന് ആരാ മോനെ പറഞ്ഞേ? നിനക്ക് ക്രിസ്മസ് ഗിഫ്റ്റ് ആയിട്ട് എന്റെ കാർ തരാൻ പോവുകയല്ലേ? തൊപ്പിയിട്ട് ഞാൻ ശാന്തയായി. എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കണമല്ലോ. എന്താ? പക്ഷെ ഞാൻ നിങ്ങളുടെ കാർ കൊണ്ട് എന്ത് ചെയ്യാനാ? മോനെ, ഗിഫ്റ്റ് ഒരാൾ തന്നാൽ വേണ്ടെന്ന് പറയാൻ പാടില്ലടാ. എനിക്ക് ഉറപ്പുണ്ട് നീ എന്റെ കാർ നന്നായി സൂക്ഷിക്കുമെന്ന്. ഇനി എല്ലാവരും രോഹന്റെയും കാറിന്റെയും അടുത്തുനിന്ന് മാറി നിൽക്കൂ. കണ്ടോ എന്റെ മാജിക്കിന്റെ ഗുണം? ഗിഫ്റ്റ് കിട്ടിയതെന്താ? ഈ കാറല്ലേ? ഇത് വെച്ച് നമ്മൾ എന്ത് ചെയ്യാനാ? പിന്നെ നമ്മുടെ സാന്റാ ക്യാപ്പും പോയി ശർമ്മങ്ങളുടെ കൂടെ. Merry Christmas! Merry Christmas! ഞാൻ ഈ റോഡിൽ എങ്ങനെ വന്നു? പിന്നെ എന്റെ കാറ് രോഹൻ തല്ലിപ്പൊട്ടിച്ചത് അതെന്തായി? ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരൂ. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ഗിഫ്റ്റ് മേക്കിംഗ് മിഷൻ തിരിച്ചു വന്നു. നന്നായി. ഇനി എന്തെങ്കിലും നല്ല ഗിഫ്റ്റ് നോക്കാം. ഇത് നോക്ക് രോഹൻ, എന്റെ ഡാഡി എനിക്ക് വലിയ സർപ്രൈസ് ഗിഫ്റ്റ് ആണ്. ഞാൻ എത്ര ദിവസമായി ക്രിസ്മസിന് വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെ ഫൈനലി എനിക്ക് ആ ഗിഫ്റ്റ് കിട്ടി. ഈ സ്പെഷ്യൽ ഗിഫ്റ്റ് ഞാൻ ആരുടെയും കൂടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. എല്ലാവർക്കും ഗിഫ്റ്റ് കിട്ടുന്നുണ്ട്, എനിക്ക് മാത്രമല്ല. കിമോൻ എന്തെങ്കിലും ചെയ്യൂ. എന്ത് ചെയ്യും, എന്ത് ചെയ്യും? നോക്കൂ രോഹൻ, നോക്കൂ. ദേ വരുന്നു നമ്മുടെ അടുത്ത സാന്റാ. നീ അവരോട് പോയി സംസാരിച്ചോണ്ടിരിക്കേ. ഞാൻ പുറകെ കൂടെ വന്ന് അവന്റെ തലയിൽ ഈ തൊപ്പി അറിയാതെ വെക്കാം. അത് കൊള്ളാം. ഇനി സിദ്ധുവാണ് അടുത്ത സാന്റ. രോഹൻ, നിന്റെ ഗിഫ്റ്റ് വേഗം എനിക്ക് തരൂ. ഞാനല്ല, നീയാണ് എനിക്ക് ഗിഫ്റ്റ് തരാൻ പോകുന്നത്. അത് നിന്റെ കൈ കൊണ്ട്. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ എന്റെ ഗിഫ്റ്റ് നിനക്ക് തരുമെന്നോ? നീ ഗിഫ്റ്റ് എനിക്ക് ഇവിടെ തൊടോ. തൊപ്പി വെച്ചിട്ട് ഞാൻ സാന്റയായി. എല്ലാവർക്കും ഞാൻ ഗിഫ്റ്റ് കൊടുക്കും. ഈ ഗിഫ്റ്റ് നിനക്കുള്ളതാണ് സിദ്ധു. അയ്യോ രോഹൻ, നീ എന്തായി ചെയ്യുന്നേ? ഇത് മെലിയുടെ ഗിഫ്റ്റ് അല്ലേ? കണ്ടോ, അവസാനം ഞാൻ നിന്റെ ഗിഫ്റ്റ് മേടിച്ച കണ്ടോ?
ഈ ഗിഫ്റ്റ് ഇപ്പൊ സിദ്ധുവിന്റെയാ. അത് അവന്റെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങാൻ പാടില്ല. സിദ്ധു ഇത് അവന് തിരിച്ചു കൊടുക്കൂ പ്ലീസ്. കിമോൻ, നീ എന്റെ സിദ്ധുവിന്റെ ഇടക്ക് കയറി വരല്ലേ. ക്രിസ്മസ് നമുക്ക് എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കാനുള്ളതാ. അതുപോലെ ഞാൻ സിദ്ധുവിനും ഗിഫ്റ്റ് കൊടുത്തു. അയ്യോ, ഓ ഇത് മിനിയുടെ ഗിഫ്റ്റ് ആണ്. ഇവനെ ഇത് ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? എനിക്ക് തന്ന സാധനം ഞാൻ ഇനി ഒരിക്കലും തിരിച്ചു തരില്ല. വഴി മാറി നിൽക്കണോ രണ്ടും? ഞാൻ എന്തേ ചെയ്തത്? മിനിയുടെ ഗിഫ്റ്റ് സിദ്ധുവിന് കൊടുത്തു. ഇവൻ നീ തന്നെ തടയാഞ്ഞത്? ഇതല്ല ഈ ക്യാപ്പിന്റെ പ്രശ്നം ഒന്ന് മാത്രം. കിമോൻ, സിദ്ധു ആ ഗിഫ്റ്റ് കൊണ്ട് പോകുന്നതിന് മുമ്പ്, മിനി എന്നിൽ നിന്ന് അകന്ന് പോകുന്നതിന് മുമ്പ് പ്ലീസ് എന്തെങ്കിലും ചെയ്യൂ. ശരി, എന്തെങ്കിലും ചെയ്യാം. നീ സിദ്ധുവിനെ തടഞ്ഞോളൂ. ഞാൻ മാജിക് ക്യാപ്പ് കൊണ്ട് മിനിയുടെ ഗിഫ്റ്റ് തിരിച്ചു കൊണ്ടുവരാൻ എന്തെങ്കിലും വഴിയുണ്ടോ? രോഹൻ, നീ കൃത്യസമയത്ത് തന്നെ ആണല്ലോ വന്നേ. ഇതാ ഈ ഗിഫ്റ്റ് നിനക്കുള്ളതാ. തൊപ്പി വെച്ച് ഞാൻ സാന്റയായി. ഞാൻ എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കുമല്ലോ. താങ്ക് യു സിദ്ധു. മിനി, ഇതാ പിടിച്ചോ നിന്റെ ഗിഫ്റ്റ്. എന്റെ ഗിഫ്റ്റ് എനിക്ക് തന്നെ തിരിച്ചു തരുന്നോ? എനിവേ, മേരി ക്രിസ്മസ് രോഹൻ. ഈ സാന്റാ ക്യാപ്പിന്റെ പ്ലാൻ മൊത്തം ഫെയിൽ ആയി പോയി. മിനിയും ഗിഫ്റ്റ് കൊണ്ട് അവളുടെ വഴിക്ക് പോയി. ഇപ്പൊ മനസ്സിലായോ? ഞാനതാണ് പറഞ്ഞത്. ഗിഫ്റ്റ് മാജിക് കൊണ്ടല്ല നേടേണ്ടത്. മാജിക് കൊണ്ടല്ല. നോ 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 നെവർ. ഗിഫ്റ്റ് എപ്പോഴും മനസ്സിൽ നിന്നാണ് നേടേണ്ടത്. മനസ്സിൽ നിന്ന്. അതെ അതെ, മനസ്സിൽ. എന്തിനു വേണ്ടിയാണോ ഇതെല്ലാം ചെയ്തത്? അത് കിട്ടിയതേ ഇല്ല. എനിക്ക് ക്രിസ്മസ് ഗിഫ്റ്റ് വേണമായിരുന്നു, പക്ഷെ ഒന്നും കിട്ടിയില്ല. പിന്നീട് ആളാണെങ്കിൽ എല്ലാ ഗിഫ്റ്റും ഓഫീസിലേക്ക് കൊണ്ടുപോയി. നമുക്കിനി ആരാണ് ഗിഫ്റ്റ് തരാനുള്ളത്? രോഹൻ, കിമോൻ, എന്താ ഡാഡി? ഇന്ന നിങ്ങൾക്ക് രണ്ടുപേർക്കുമുള്ള ക്രിസ്മസ് ഗിഫ്റ്റ്. താങ്ക് യു ഡാഡി. താങ്ക് യു ഡാഡി. എത്ര നല്ലതാണ്. താങ്ക് യു. എന്റെ സാന്റാ തൊപ്പി കിട്ടിയല്ലോ. ഞാൻ ഈ ഹാറ്റ് എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഗിഫ്റ്റ് തരാം. ഓക്കേ? തൊപ്പി വെച്ച് ഞാൻ സാന്തയായി. എല്ലാവർക്കും ഞാൻ ഗിഫ്റ്റ് കൊടുക്കും. മെറി ക്രിസ്മസ്.